ഹായ് വെൽക്കം ടു അനദർ സെഷൻ. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ദ സ്പെയർ റൂമിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ദ സ്പെയർ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയത് ആരാണ്? ജെററ്റ് വിൻഡേഴ്സനാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയത്. അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, what were the factors that urged the narrator to rent that building? ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെറേറ്ററിനെ ഏർജ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു നെറേറ്ററിനെ ഏർജ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാ, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തത്, the rent was modest and the landlady wanted a reliable tenant for exactly 1 year, perfect for the narrator who needed a temporary place after leaving her marriage. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു കഥയിലെ നെറേറ്റർ അഥവാ ആ ഒരു ലേഡി എന്താണ്, ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ അവർക്ക് ഈ ഡിവോഴ്സിന് ശേഷം ഒരു വർഷത്തേക്ക് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ടെമ്പററി ആയിട്ടുള്ള പ്ലേസ് വേണം. നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഓണർ, അതായത് ലാൻഡ് ലേഡിയും സെയിം ഉള്ള ആളെയാണ് നോക്കുന്നത്. അതായത് ഒരു വർഷത്തേക്ക് താമസിക്കാനുള്ള ഒരു വാടകക്കാരിനെയാണ് നമ്മുടെ ഈ ലാൻഡ് ലേഡി നോക്കുന്നത്. പിന്നെ റെന്റ് വാസ് മോഡസ്റ്റ്. റെന്റ് എന്തായിരുന്നു? മോഡസ്റ്റ് ആയിരുന്നു. തരക്കേടില്ലാത്ത, കൂടുതലല്ല കുറവുമല്ല, തരക്കേടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് റെന്റും ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ നമ്മുടെ നെറേറ്ററിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നാമത്തേത്, റെന്റ് വാസ് മോഡസ്റ്റ്. റെന്റ് മോഡസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തേത്, നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഒരു വീട്ടിൽ ഒരു വർഷത്തേക്ക് താമസിക്കാനുള്ള ഒരാളെയാണ് നമ്മുടെ ലാൻഡ് ലേഡിക്ക് ആവശ്യം. നമ്മുടെ നെറേറ്റർക്കും, അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡിക്കും ഒരു വർഷം താമസിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു ആവശ്യം. മൂന്നാമത്തത്, അവര് നമ്മുടെ നെറേറ്റർക്ക്, അതായത് ആ ലേഡിക്ക് ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം പുതിയ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി പ്ലേസ് ആവശ്യമായിരുന്നു. She also felt drawn to the house's history and charm despite its odd atmosphere. അതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഒരു ഓൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൂടാതെ ആ ഈ ഹൗസിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ചാമും ഒക്കെ നമ്മുടെ ഈ ഒരു നെറേറ്ററിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത്, ഡിസ്ക്രൈബ് ഹെർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ മാൻ ഷീ സോ ഇൻ ദ സ്പെയർ റൂം. അവൾ കണ്ട സ്പെയർ റൂമിൽ കണ്ടിട്ടുള്ള ആ മനുഷ്യനെ പറ്റിയിട്ടുള്ള, ആ ഒരു മാനിനെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് വിവരിക്കാനാണ് പറയുന്നത്. ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ് she briefly saw a thin man with brushed back hair, wearing a jacket and holding something in his hands. അപ്പോൾ അവളെ സ്ട്രീറ്റിന്റെ അപ്പുറത്ത് അവള് ഈ ഒരു നമ്മുടെ സ്പെയർ റൂമിൽ വിൻഡോനോട് ചേർന്നിട്ട് ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യൻ തിൻ ആണ്, മെലിഞ്ഞിട്ടാണ്, ഒരു ലൈക്ക് ഒരു മാൻ ആണ്, ആണുങ്ങളാണ്. അതുപോലെ തന്നെ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്, കൈമിൽ എന്തോന്ന് പിടിച്ചിട്ടുണ്ട്. ഹി സീംഡ് ഷാഡോയി ആൻഡ് ഔട്ട് ഓഫ് പ്ലേസ്, ലീവിംഗ് ഹർ അൺഷുവർ ഇഫ് ഹി വാസ് റിയൽ ഓർ റിഫ്ലക്ഷൻ. അവളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. അതായത് ഇയാൾ ശരിക്കുള്ള ആളാണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണോ, അല്ലെങ്കിൽ ഷാഡോ ആണോ, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ആണോ, അല്ലെങ്കിൽ ശരിക്കുള്ള ആളാണോ എന്ന് അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അടുത്തത്, ഹൂ വാസ് ജോയ്സ്? ആരായിരുന്നു ജോയ്സ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ജോയ്സ് വാസ് ദ ഫ്രണ്ട്ലി ഷോപ്പ് കീപ്പർ ഡൗൺ സ്റ്റെയർസ് ഹൂ സോൾഡ് കുഷ്യൻസ് ആൻഡ് ബ്ലാങ്കറ്റ്സ്. നമ്മുടെ താഴെ ഡൗൺ സ്റ്റെയർസിൽ കുഷ്യൻസും ബ്ലാങ്കറ്റ്സും വിറ്റിരുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള നെയ്ബർ ആണ് ആര്, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ ആയിരുന്നു ആര്? ജോയ്സ്. ഷീ റിയഷ്യൂർഡ് ദാറ്റ് നറേറ്റർ വെൻ ഷീ ഫെൽറ്റ് ഫ്രൈറ്റൻഡ് ആൻഡ് ഈവൻ ഓഫർ ടു ഹെൽപ്പ് സെർച്ച് ദ ഹൗസ് ഫോർ ഇൻട്രൂഡേഴ്സ്. അതായത് നമ്മുടെ നെറേറ്റർക്ക് ഈ വീടിനകത്ത് ആരോ ഒന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നിയ സമയത്ത് നമ്മുടെ നറേറ്ററിനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ ഈ ജോയ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവള് പേടിച്ചിരുന്ന സമയത്ത് അവളെ ആശ്വസിപ്പിച്ചത് നമ്മുടെ അതായിരുന്നു ജോയ്സ് ആയിരുന്നു. അടുത്തത്, എക്സ്പ്ലെയിൻ ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഹുക്ക് ഓൺ ദ വോൾ. ഈ ഒരു വോളിലുള്ള, ചുമരിന്റെ മുകളിലുള്ള ഹുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. The hook first appears unsettling, reminding the narrator of a meat hook, though the landlady insists it was just for bananas. നമുക്ക് ആ ഹുക്ക് കണ്ടിട്ട് നമ്മുടെ നറേറ്ററിന് അതൊരു മീറ്റ് ഹുക്ക് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ലാൻഡ് ലേഡി പറയുന്നുണ്ട് മീറ്റ് ഹുക്ക് ഒന്നുമല്ല, ഇത് ഒരു ബനാന ഹാങ്ങിങ് ആവുന്ന സാധനമാണെന്നാണ് പറയുന്നത്. It symbolizes how the house's past can feel disturbing or ominous, reflecting the narrator's own emotional burdens. അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ നെറേറ്ററിന്റെ തന്നെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവളുടെ തന്നെ ഇമോഷണൽ ബേർഡൻസിനെയാണ്. നമുക്കറിയാം ഇമോഷണൽ ബേർഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരുപോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇമോഷണൽ ബേർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് were the key events in the story that shaped the protagonist's poltergeist experiences? ഈ പോൾട്ടർഗെയിസ്റ്റ് എന്നുള്ള വേർഡ് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടേക്കും കേൾക്കുന്നുണ്ടാവുക. ഇത്രയുള്ളത്
നമ്മൾ കോഞ്ചറിങ്ങോ അല്ലെങ്കിൽ ആനബെല്ലയോ അങ്ങനത്തെ ഏതെങ്കിലും മൂവീസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതത്തിന്റെ സിനിമ കാണുന്ന സമയത്ത് ഈ ഓരോ സൗണ്ടും തട്ടും മുട്ടലൊക്കെ കേൾക്കൂലേ, അതിനെയാണ് നമ്മൾ അത് പ്രേതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗോസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കുന്ന ഈ സൗണ്ടുകൾ കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ പോൾട്ടർഗീസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻസർ വായിക്കുകയാണെങ്കിൽ strange happenings include the spare bed looking recently used, the smell of cigarette smoke, the sight of a figure in the window, and the discovery of an old cigarette lighter. അപ്പൊ അവർക്ക് എന്തൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു കഥയിലെ ഇങ്ങനത്തെ കീ ഇവന്റ്സ്, ഇങ്ങനത്തെ പ്രേതണ്ട് തോന്നുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത്, ആ സ്പെയർ റൂമിലുള്ള ബെഡ് ആരോ ഉപയോഗിച്ച പോലെ, ആരോ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതുപോലെ തോന്നുന്നുണ്ട്. രണ്ടാമത്തത്, സിഗരറ്റ് വലിച്ചതിന്റെ സ്മെല്ലുണ്ട്. മൂന്നാമത്തത്, ആ ഒരു വിൻഡോന്റെ അടുത്ത് ഒരു ഷാഡോ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നാലാമത്തത്, ഒരു ഓൾഡ് സിഗരറ്റ് ലൈറ്റർ അവൾ കണ്ടെത്തിയിട്ടുണ്ട്. These eerie events make the narrator wonder if she is truly haunted or if her own turmoil is causing them. അതായത് അവളുടെ സ്വന്തം അവസ്ഥയാണോ ഇതിനൊക്കെ കാരണം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു ഹൗസ് അല്ലെങ്കിൽ അവളെ ഈ ഒരു വീട് ഹോണ്ടഡ് ആണോ അല്ലെങ്കിൽ പ്രേതമുള്ള വീടാണോ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. Describe the photograph the narrator found underneath the seascape. നമ്മുടെ നെറേറ്റർ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഫോട്ടോഗ്രാഫിനെ വിവരിക്കാനാണ് പറയുന്നത്. ഇറ്റ് വാസ് എ സ്മോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊറക്ട് ഫോട്ടോ ഷോയിങ് ദ സെയിം തിൻ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ വുമൺ. അവൾ ആ വിൻഡോയുടെ അടുത്ത് കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വിൻഡോയുടെ അടുത്ത് നമ്മൾ കണ്ടു മെലിഞ്ഞിട്ടുള്ളൊരു ആണുങ്ങളാണ് നിൽക്കുന്നത്. ആ വ്യക്തിന്റെ ഫോട്ടോ ആണ് ആ ഫോട്ടോഗ്രാഫി ഉള്ളത്. അയാളുടെ കൂടെ എന്തുണ്ട്, ഒരു സ്ത്രീ കൂട്ടിണ്ട്, ലേഡി കൂട്ടിണ്ട്. ദ മാൻ വാസ് സ്മൈലിംഗ് ബ്രോഡ്ലി. ആ മനുഷ്യൻ നല്ലോണം ചിരിക്കുന്നുണ്ട്. while the woman looked away appearing bored or unhappy. പക്ഷെ ആ സ്ത്രീ ഒന്നെങ്കിൽ ബോറടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവള് അൺഹാപ്പി, അധികം ഹാപ്പി അല്ലാതെ സന്തോഷം ഇല്ലാതെ കാണപ്പെടുന്നുണ്ട് ആ ഫോട്ടോഗ്രാഫിൽ. അടുത്തത്, what efforts did the narrator make to keep herself sane after her meeting with Clive? ക്ലൈവ് എന്നുള്ളത് അവളുടെ എക്സ് ഹസ്ബൻഡ് ആണ്. അപ്പൊ അവളുടെ എക്സ് ഹസ്ബൻഡിനെ കണ്ടതിന് ശേഷം അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവളെ സെയിൻ ആക്കാൻ വേണ്ടി ചെയ്തത് എന്നുള്ളതാണ്. ഒന്നാമത്തത്, she cleaned and organized the house, threw away unsettling items like the smelly nightshirt and decided to speak directly to the presence in the spare room. അതായത് അവൾ ക്ലൈവിനെ കണ്ടതിന് ശേഷം ക്ലൈവ് ഒരു കുഴപ്പമില്ല, അയാൾ ഇപ്പോഴും ഓക്കെ ആണെന്നുള്ള ഇതിലാണ്. ക്ലൈവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, അവളുടെ എക്സ് ഹസ്ബൻഡ് ആണ്. ക്ലൈവിനെ കണ്ട് വീട്ടിലെത്തിയതിനു ശേഷം അവൾ എന്താക്കുന്നുണ്ട്, ക്ലൈവിന്റെ ഒരു നൈറ്റ് ഷർട്ട്, അയാളെ സ്മെല്ലുള്ള ഒരു നൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കുന്നുണ്ട്, റൂമൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ വിചാരിക്കുന്നുണ്ട് ഈ സ്പെയർ റൂമിലുള്ള ഈ ഒരു പ്രസൻസ്, ആരാണോ ഉള്ളത് ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കാൻ അവൾ വിചാരിക്കുന്നുണ്ട്. ഷീ ഓൾസോ ലീൻഡ് ഓൺ ഫ്രണ്ട്സ് ലൈക്ക് ബില്ലി ആൻഡ് സ്ലോലി റിട്ടേൺ ടു നോർമൽ ലൈഫ് ആൻഡ് വർക്ക്. അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ബില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ഒരു ദിവസം ബില്ലിയാണ് ഒരു രാത്രി അവളുടെ കൂടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഒക്കെ അവള് നോർമൽ ലൈഫിലേക്കും വർക്കിലേക്കും ഒക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അടുത്തത്, കമന്റ് ഓൺ ദി എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ആ സ്റ്റോറിയുടെ എൻഡിങ്ങിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The landlady reveals that an orange importer once lived there and killed himself in the spare room. നമ്മുടെ ലാൻഡ് ലേഡി അവസാനം പറയുന്നുണ്ട് ഈ ഒരു സ്പെയർ റൂമിൽ ഒരു ഓറഞ്ച് ഓറഞ്ച് കച്ചവടക്കാരൻ ഇവിടെ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അയാൾ സ്വയം മരിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. This explains the lingering atmosphere and suggests that narrator's own healing parallels uncovering the house's tragic secret. അടുത്തത്, ഡിസ്ക്രൈബ് സ്പിറ്റൽഫീൽഡ്സ് എന്നുള്ളത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. Spitalfields is an old part of East London that once lay beyond the city walls, known for its marshy lands and a Leper hospital. അതായത് നമ്മുടെ ലണ്ടന്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള ഒരു സ്ഥലമാണ് സ്പിറ്റൽഫീൽഡ് എന്ന് പറയുന്നത്. അത് ആദ്യമൊക്കെ സിറ്റികളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ ഒരു ലീപ്പർ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഓവർ സെഞ്ചുറീസ് ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു എ ബിസി മാർക്കറ്റ് ഏരിയ എസ്പെഷ്യലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിനനുസരിച്ചിട്ട് അത് എന്തായാലും ബിസി മാർക്കറ്റ് ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. അവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Now modern office buildings, coffee shops and pubs line the streets, yet the narrow medieval alleys and hidden passages still reflects its layered past. ഇപ്പൊ അവിടെ എന്താ പറയാ, ഓഫീസ് ബിൽഡിങ്സും കോഫി ഷോപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ചില ഹിഡൻ പാസേജസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും പണ്ടത്തെ പാസ്റ്റിന്റെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് പറയാണ്. This mix of history and renewal gives Spitalfields a distinctive lively atmosphere. അപ്പൊ നമ്മുടെ സ്പിറ്റൽഫീൽഡിന്റെ ഈ ഒരു
മോഡേണിറ്റിയും അതുപോലെ തന്നെ ഒരു മിക്സ് ഓഫ് റിന്യൂവലിന്റെയും അതുപോലെ തന്നെ ഹിസ്റ്ററിന്റെയും ഒരു മിക്സ് നമ്മുടെ സ്പിറ്റിൽഫീൽഡിന് ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ തരുന്നുണ്ടെന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നോക്കിയത്. മെയിനായിട്ട് നമ്മൾ നോക്കിയത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു.